ഏവർക്കും തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്നത് തൃശ്ശൂർ ജില്ല പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട എളനാട് ടൗൺ ആണ് കേട്ടോ. എളനാട്, ഇതാണ് നമ്മുടെ എളനാട്. എളനാട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്, മലയാളികൾക്കൊക്കെ ഓർമ്മ വരുന്നത് എളനാട് പാലും അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളും അവരുടെ ഐസ്ക്രീമും അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ എളനാട് നിന്നാണ് ആ കൊച്ചു സംരംഭകൻ്റെ വലിയ വളർച്ച. അതെന്തേലൊക്കെ ആവട്ടെ. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണാണ് നമ്മുടെ എളനാട്. അപ്പോൾ ഇവിടെ നിന്ന് 3 കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ 1 കിലോമീറ്ററും ദൂരമാണ് നമ്മുടെ 11 സെൻറ്റ് സ്ഥലവും 2250 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീടിലേക്കുള്ള ദൂരം കേട്ടോ. അപ്പോൾ ആ വീടിന് അടുത്ത് കിടക്കുന്നൊരു ടൗണാണ് ഈ എളനാട്. അപ്പോൾ ഈ റോഡ് നമ്മുടെ എളനാട് വഴി മേപ്പാടം ചേലക്കരയ്ക്ക് പോകുന്ന ഈ റോഡിൽ നിന്നാണ് നമുക്ക് 1 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ളത്. അപ്പോൾ ഇവിടെ 43 ലക്ഷം രൂപയ്ക്കാണ് ഈ പ്രോപ്പർട്ടി ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. 11 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീട്. 4 ബെഡ്റൂമിനും കൂടെ 4 ബാത്റൂം സൗകര്യമുണ്ട്. എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട്. അപ്പോൾ ആ ബസ് റൂട്ടിൽ നിന്ന് നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്ന ഈ 1 കിലോമീറ്റർ ദൂരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ്റെ വർക്കുകൾ നടന്ന ഇറ്റാച്ചി 1-2 ഭാഗങ്ങളിലൊക്കെ റോഡ് കീറിയിട്ടതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളിൽ 1-2 ഭാഗത്തൊക്കെ റോഡ് ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത് തന്നെ നേരാക്കും. നമ്മുടെ സർക്കാരിൻ്റെ കാര്യമല്ലേ, എപ്പോഴെങ്കിലും നന്നാക്കാം. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗവും ഇൻ്റർലോക്ക് കട്ട വിരിച്ച് ഒരു 4-5 വണ്ടികളൊക്കെ വന്നാലും സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വെറും 4-4.5 വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉടമസ്ഥൻ ചോദിച്ച വില ഞാൻ പറഞ്ഞു, വെറും 43 ലക്ഷം രൂപ. 11 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിൻ്റെ ദർശനം വരുന്നത്, നമുക്ക് ഈ വീടിൻ്റെ ദർശനം വരുന്നത് കറക്റ്റ് തെക്കോട്ടും അല്ല, എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്കും അല്ല. അതിൻ്റെ രണ്ടിനും ഇടയ്ക്കായിട്ടാണ് ഇവർ വാസ്തുപ്രകാരം നോക്കിയിട്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ മരവിൽപ്പടികളൊക്കെ തേക്കിൻ്റെ വീട് കൊടുക്കാൻ വേണ്ടി പണിതല്ല കേട്ടോ. ഒരു വേറെന്തോ ഒരു അത്യാവശ്യം കൊണ്ടാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു 8-10 പേർക്കൊക്കെ സുഖമായി വന്ന് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ലിവിങ് റൂം കഴിഞ്ഞ ഉടനെ ഒരു ഡൈനിങ്ങിൻ്റെ 2 വശത്തായിട്ട് 2 ബെഡ്റൂം, പിന്നെ അടുക്കളയുടെ പുറകിലേക്കായിട്ട് വർക്ക് ഏരിയയുടെ പുറകിലേക്കായിട്ട് ഷീറ്റ് ഇറക്കിയിട്ട് അതും അത്യാവശ്യം സൗകര്യത്തോടു കൂടെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. മുകളിൽ വേറെ 2 ബെഡ്റൂം ഉണ്ട്. അതുകൂടാതെ നമുക്ക് വീടിൻ്റെ പുറകിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഈ 43 ലക്ഷം രൂപ എന്നുള്ളത് അവർ ഫൈനൽ വില പറഞ്ഞതാണ്. എന്നിരുന്നാലും നമ്മൾ പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പാർട്ടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വില നമുക്ക് കുറച്ച് ചോദിച്ച് നോക്കാൻ പറ്റും. നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ നിന്നും നമുക്ക് ഞാൻ പറഞ്ഞു എളനാട് ടൗണിലേക്ക് ഒരു 3 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതുപോലെ ആരാധനാലയങ്ങൾ, നമ്മുടെ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ ദൂരം. അതുപോലെ കാളിയ റോഡ്, ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ജുമാ മസ്ജിദ് ഉണ്ട്, ഒരു പള്ളിയുണ്ട്, ഒരു എന്താ പറയുക, ഒരു മക്കാം, കാളിയ റോഡ് മക്കാം. ആ ഭാഗത്തേക്ക് ഒരു 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ തീർത്ഥാടനത്തിനൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. പല കാര്യങ്ങൾക്കുമായിട്ട് ആ പള്ളിയിലൊക്കെ വന്ന് സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ ഭാഗത്തേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരവും ഈ വീടിൻ്റെ അവിടെ നിന്നുള്ള അടുത്തുള്ള പള്ളി എന്ന് പറയുന്നത്, മുസ്ലിം പള്ളി എന്ന് പറയാനായിട്ട് 1 കിലോമീറ്ററാണ് ദൂരമുള്ളത് വേറെ ഒരു പള്ളിയിലേക്ക്. അപ്പോൾ ക്രിസ്തീയ ദേവാലയങ്ങൾക്കും അധികം ദൂരമില്ല. ഈ പറഞ്ഞ 1-1.5 കിലോമീറ്ററിനകത്ത് തന്നെ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമുക്ക് അടുക്കളയിലൊക്കെ ഈ കബോർഡിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പാണ് നമുക്കിവിടെ വിറകടുപ്പിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ബെഡ്റൂമുകളിലൊക്കെ ഈ തുണിയൊക്കെ അടുക്കിപ്പെറുക്കി വൃത്തിയായി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ബെഡ്റൂമിനകത്തും ചെയ്തിട്ടുണ്ട്. വാങ്ങുന്നവർക്ക് ഈ 11 സെൻറ്റ് സ്ഥലവും ഈ 2250 സ്ക്വയർ ഫീറ്റും ഈ ഒരു വിലയ്ക്ക് എന്നുള്ളത് വളരെ അപൂർവമാണ് ഇങ്ങനെയൊക്കെ കിട്ടാൻ കേട്ടോ. പഴക്കമില്ലാത്തൊരു വീടാണ്. ഒരു 10 വർഷമോ 8 വർഷമോ ഒന്നും പഴക്കമില്ല. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ പുറകിലേക്ക് ഒരു ഷീറ്റ് ഇറക്കിയിട്ട് അവിടെയും പാത്രം കഴുകുന്നതിനും അത്യാവശ്യം ചെറിയൊരു വിറകടുപ്പിനൊക്കെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. അതാണ് കോമൺ ആയിട്ട് നമുക്കൊരു ബാത്റൂം വരുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗവും മതിൽ കെട്ടി കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നു, ഇൻ്റർലോക്ക് കട്ട വിരിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ആരാധനാലയങ്ങൾ പറഞ്ഞു. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് നമുക്ക് എളനാട് ടൗണിൽ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് സ്കൂളുണ്ട്. മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ബൈക്കിനൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ദൂരം 10 മിനിറ്റ് സമയം വേണ്ടുള്ളൂ നമുക്ക് എളനാട് ടൗണിലേക്ക് എത്താനായിട്ട്. അപ്പോൾ
അപ്പോൾ ആ ടൗണിൽ ഇതാണ്ടോ, ഈ ടൗണിൽ തന്നെയായിട്ടാണ് നമുക്കിവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരുന്നത്. അതും കൂടെ ഞാനിതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടുകളും അതുപോലെ ഷെയർ ചെയ്യുന്നതിനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം നന്ദി ഞാൻ ഇതിലൂടെ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട്, സാധാരണ നമുക്കിപ്പോൾ ഈ തറമട്ടത്ത് നിന്ന് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് എന്ന് പറയാൻ ഏകദേശം ഒരു 10 അടി ഹൈറ്റൊക്കെയാണ് വരിക. ഇത് 2 അടിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചുമര് പൊക്കിയിട്ട് മെയിൻ സ്ലാബ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒരു എക്സ്പെൻസ് വരികയാണ്. ചുറ്റുഭാഗത്തേക്ക് ഈ 2000 സ്ക്വയർ ഫീറ്റ് 2250 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും എക്സ്പെൻസ് വരികയാണ്. അതൊന്നും ഇവിടെ ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നില്ല. മാന്യമായിട്ടുള്ളൊരു വില 45 ലക്ഷം രൂപ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഫോണിലൂടെ വിളിച്ച് ഞങ്ങൾ ഈ വീട് കാണാൻ ചെന്നത്. അപ്പം നമ്മളത് ഒരു ഫൈനൽ വില പറയാൻ പറഞ്ഞപ്പോഴാണ് ഈ 43 പറഞ്ഞത്. അപ്പം 43 നമ്മളത് വീഡിയോയിൽ പറയും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അയ്യോ അത് കുറയ്ക്കാൻ പറ്റില്ല, ഫൈനലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ തരണ്ടേ എന്നുള്ള രീതിക്ക്. ഇതാണ് നമുക്ക് മുകളിലുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം സൗകര്യം. അതൊന്നേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ കേട്ടോ. ഇതിന് വേറൊരു ബെഡ്റൂമിൻ്റെ വീഡിയോ ഞാനിതിൽ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ മുകളിൽ 2 ബെഡ്റൂം ഉണ്ട്. ഇത് നമുക്ക് വീടിൻ്റെ മുകളിൽ വശത്ത് മുൻവശത്തായിട്ട് വരുന്ന ഒരു ഓപ്പൺ ടെറസ് ഭാഗമാണ്. അടുത്തൊക്കെ വീടുകളുള്ളൊരു ഭാഗമാണ്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് ഉള്ളത്. അത് നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുറ്റത്ത് സ്ഥലം ഉള്ളത് കൊണ്ട് ഒരു കിണർ വേണമെങ്കിൽ കുഴിക്കുക, അല്ലെങ്കിൽ ബോർവെൽ അടിക്കാം. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇവരുടെ ഒരു ബന്ധുവിൻ്റെ ആയതുകൊണ്ട് അതിലൊരു കിണറുണ്ട്. ആ കിണറിൽ നിന്ന് ഇവർ വീട് പണിയാൻ എടുത്തതോടൊപ്പം തന്നെ പിന്നെ ഇതിൽ താമസിച്ചപ്പോഴൊക്കെ അതിൽ നിന്നാണ് ഇവർ വെള്ളം എടുത്ത്. അതുകൊണ്ട് ഇവരൊരു ബോർവെൽ അടിക്കാൻ ഇവിടെ ശ്രമിച്ചില്ല. എന്ന് വെച്ച് വെള്ളം കിട്ടാത്ത ഏരിയ ആയതുകൊണ്ടല്ല, ഈ ഭാഗത്തേക്ക് വരുന്ന വീടുകളിലൊക്കെ നമുക്ക് ബോർവെൽ കണക്ഷനും കിണറും ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഞാൻ ആ കിണറിൻ്റെ വീഡിയോ ഇതിപ്പോൾ കാണിക്കാം. ഇതാണ്ടോ, ഇതിപ്പോൾ ആ വീടിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഒരു കിണറാണ്. ഇത് എത്ര വേനലിലും ഇവിടെ വെള്ളം പറ്റില്ല എന്നാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ കിണർ ഉള്ളത് കൊണ്ട് ഇന്നാണ് ഇപ്പോൾ അവർ മോട്ടർ അടിച്ച് വെള്ളം എടുക്കുന്നത്. ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ബോർവെൽ അടിക്കാനൊന്നും ശ്രമിച്ചില്ല. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ആ വീട് വാങ്ങുന്നവർക്ക് ചിലപ്പോൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഈ പറമ്പിൽ നമുക്കൊരു ബോർവെൽ അടിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുറ്റത്ത് സ്ഥലം ഉള്ളത് കൊണ്ട് ഒരു കിണർ ഒഴിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഒരു 5-6 വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ തെങ്ങോ കവുങ്ങോ അങ്ങനെയുള്ള മരങ്ങളൊന്നുമില്ല. നമുക്ക് മുറ്റത്ത് ഒരു കായ്ക്കുന്ന ഒരു മാവുണ്ട് കണ്ടോ. വീഡിയോ നിങ്ങളെല്ലാം മുഴുവനായും കാണും കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ മുഴുവനായും കാണാൻ പറയുന്നതിൻ്റെ കാര്യം, ഇത് നോക്കൂ, ഗേറ്റ് കണ്ടോ, ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. അതുകൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ നിൽക്കാൻ പാകത്തിന് നല്ല വീടാണ്. ചുറ്റുഭാഗവും നല്ല അന്തരീക്ഷം. ടൗണിൻ്റെ ബഹളമയങ്ങളിൽ നിന്നൊക്കെ ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത്. വീട്ടിലേക്ക് എത്തുന്നത് വരയ്ക്കും നമുക്ക് നിറയെ വീടുകളുള്ളൊരു ഭാഗമാണ്. എല്ലാ വണ്ടികൾക്കും സുഖമായിട്ട് വന്ന് ചേരാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായും കാണുക. സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. നല്ല വീടാണ്. 43 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത്. പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ തയ്യാറാവുന്ന പാർട്ടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിലയിൽ വലിയ വ്യത്യാസം വരുത്തി നമുക്ക് സംസാരിക്കാൻ നോക്കാം. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും